മഹാഭാരത യുദ്ധത്തിൽ കൗരവ സൈന്യം തീർത്ത പത്മവ്യൂഹത്തിൽ ഒറ്റയ്ക്ക് പ്രവേശിച്ച് ഒരേ സമയം അനേകം കൗരവ മഹാരഥന്മാരെ എതിരിട്ട് വീരമൃത്യു വരിച്ച ഒരു ഇതിഹാസ കഥാപാത്രമുണ്ട്. മറ്റാരുമല്ല, അഭിമന്യു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ യുദ്ധക്കളത്തിൽ അഭിമന്യുവിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തേരോട്ടം. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശന് പാർട്ടിയിലും അതേ വിളിപ്പേര് തന്നെയായിരുന്നു കൂടുതൽ അഭികാമ്യം. ഗ്രൂപ്പ് മാനേജർമാരോട് നേർക്കുനേർ പടവെട്ടി ഒടുവിൽ ഹൈക്കമാൻഡിനെയും മുൾമുനയിൽ നിർത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ നടന്നു കയറുമ്പോൾ ഇരമ്പിയാർത്ത മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ മുറിവേറ്റ് തൽക്കാലത്തേക്ക് പിൻവാങ്ങേണ്ടി വന്ന ഒരു വൻ പട തന്നെയുണ്ടായിരുന്നു കോൺഗ്രസിൽ. തൽക്കാലത്തേക്ക് മൗനം അവലംബിച്ച ആ പട നിശബ്ദത മറികടക്കാനായി തക്കം പാർത്തിരിക്കുകയായിരുന്നുവെന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ട് എതിർചേരി ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ബജറ്റിലെ 2 പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി പാളയത്തിൽ പടയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് 250-ൽ നിന്ന് 120% നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം പിൻവലിച്ചാലും കരിമണൽ ഖനനത്തിൽ സ്വകാര്യ കമ്പനികളെ കൂടി പങ്കാളികളാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വവും മന്ത്രിസഭാംഗങ്ങളും അറിയാതെ പോയ ആ ഒറ്റയാൻ ശൈലിക്ക് കടിഞ്ഞാനിടാൻ പാർട്ടിയിലെ അസംതൃപ്തരുടെ വൻനിര കൈയും മെയ്യും മറന്ന് ഒന്നിക്കുകയാണ്. ബജറ്റിലെ ഈ 2 പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന കൊമ്പ് കോർക്കലുകളുടെ ദിശാസൂചകങ്ങളായി മാറുന്നതും അങ്ങനെ തന്നെ. പാർലമെന്ററി പാർട്ടിയിലെ പിന്തുണയുടെ വാൾത്തല വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുമ്പോൾ വി ഡി എസിനെ കാത്തിരിക്കുന്നത് പുരാണത്തിലെ അഭിമന്യുവിൻ്റെ വിധിയോ? ഈ ചോദ്യത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി പ്രസക്തിയേറെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.